guys, welcome back to Mithu's life vlog. Hello guys. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നാട്ടിൽ പോവാൻ 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അങ്ങനെ പറ. ഹലോ ഗൈസ്, നമ്മ ഇന്ന് നാട്ടിൽ പോകാൻ 1 മണിക്കൂറേ ഉള്ളൂ. നീ പോവാനോ? അല്ല, പിന്നെ ആര് പോവാൻ? ഇവർ രണ്ടാളും 3 അല്ല 2 4 അല്ല. യെസ് ഗായ്സ്, അപ്പോൾ ഫൈനലി നമ്മൾ നാട്ടിലോട്ട് പോവാണ്. പെട്ടെന്നെടുത്ത തീരുമാനമാണ്, രാത്രി എടുത്ത തീരുമാനമാണെന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് തീരെ പർച്ചേസിങ്ങും കാര്യങ്ങളത്തിനൊന്നും ഒരു ടൈം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഭയങ്കര ആഗ്രഹം പിസ്താച്ചിനോ വാങ്ങണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ലുലുവിലോട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ റൂമിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ പ്രശ്നമില്ല, പെട്ടെന്ന് വരാൻ പറ്റി. അപ്പോൾ ഡ്രസ്സ് ചെയ്തതിന് കൂടെ ഞാൻ ചെരുപ്പ് മാറ്റി ഇടാൻ വേണ്ടിയിട്ട് മറന്നുപോയി കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്, കുറച്ച് ക്യാഷ്യൂം കാര്യങ്ങളൊക്കെ വാങ്ങി, പിന്നെ മിൽക്കും വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ടൈം ഉണ്ടായി, ഏകദേശം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഷൂ ഇങ്ങനെ ഇട്ടതാണ്. എൻ്റെ കയ്യിൽ ബാഗ് ഉണ്ട് കേട്ടോ, അപ്പോൾ അത് എടുത്ത് വെക്കണ്ടേന്ന് വെച്ചിട്ടാണ് എനിക്ക് ഷൂ കെട്ടി തന്നത്. അപ്പോൾ സാധനമൊക്കെ പാക്ക് ചെയ്തു. റൂം കാണുമ്പോൾ ഒരു ചെറിയൊരു വേദനയൊക്കെ ഉണ്ട് കേട്ടോ, കാരണം പെട്ടെന്ന് നമ്മൾ നാട്ടിൽ പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് എയർപോർട്ടിലേക്ക്. തീരെ ടൈമും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനം വെച്ചാൽ ഒരു രാവിലെ മാത്രമേ നമുക്കൊരു ടൈം കിട്ടിയിട്ടുള്ളൂ. ആ ടൈമിലാണ് നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായത് കേട്ടോ. അപ്പം നമ്മൾ ഇറങ്ങുകയാണ്. ഇതാണ് ഭയങ്കര ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു മിസ്സിങ് വരുന്നുണ്ട്. ഒന്നാമത് എല്ലാവരും നാട്ടിലോട്ട് പോയപ്പം പിന്നെ ആകെ ഒരു ഡാർക്ക് അടിച്ച പോലെ ആയിട്ടാണ്. മെഹറക്കും എനിക്കൊക്കെ ഭയങ്കര നാട്ടിൽ പോകണം എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല ശരിക്കും. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഷവർമ്മയും കഴിച്ചിട്ടാട്ടോ പോയിട്ടുണ്ടായത്. ഫ്ലൈറ്റിൽ കയറിയാൽ പിന്നെ ഇനി ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കണക്ക് തന്നെ ഉണ്ടാവുക. കയറിയ പാടും ഉറക്കും കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഒന്നാമത് നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്നായതുകൊണ്ട് തന്നെ ശരിക്കും ഒന്ന് കഴിക്കാനോ ആക്കാനൊന്നും പറ്റിയിട്ടില്ല 2 ദിവസമായിട്ട്. അപ്പം നമ്മൾ പോകുമ്പോൾ ഷവർമ്മയൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ എയർപോർട്ടിൽ വന്നപ്പോൾ ഭയങ്കര സാഡായിരുന്നു ഉണ്ടായത്. എല്ലാവരും നാട്ടിൽ പോകുന്നുള്ള ഒരു ദുഃഖമായിരുന്നു കേട്ടോ ഉണ്ടായത്. ഈ പ്രാവശ്യം ഈ ആഴ്ചയിൽ നമുക്ക് വരാൻ പറ്റുമെന്ന് നമ്മൾ തീരെ എക്സ്പെക്റ്റ് ചെയ്ത കാര്യമല്ല. ഇത് തീർച്ചയായും ഒരു അൺഎക്സ്പെക്റ്റഡ് നാട്ടിൽ പോക്കാണ് കേട്ടോ. നാട്ടിലും ആയിരിക്കും വല്ല ഐഡിയ ഒന്നുമില്ല, അറിയത്തില്ല കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, എൻ്റെ ബ്രദറും കൂടി നാട്ടിലോട്ട് വരുന്നുണ്ട്. അതായത് എൻ്റെ 2ാമത്തെ ബ്രദർ നാട്ടിലോട്ട് വരുന്നുണ്ട്. ഓനും പെട്ടെന്ന് പോകുന്നതാണ് കേട്ടോ നാട്ടിലോട്ട്. അവന് നമ്മൾ കയറിയിട്ട് നെക്സ്റ്റ് ഡേ ആണ് അവൻ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്നെടുത്ത ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവൻ്റെ കൂടെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. നമുക്ക് തന്നെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആണ് കേട്ടോ. മെഹറക്ക് പിന്നെ പറയണ്ട, അവർ നാട്ടിൽ പോയപ്പോൾ തന്നെ ഓളെ മൈൻഡിൽ മൊത്തവും നാട്ടിലെപ്പോൾ പോവുക ആ ഒരു മൈൻഡാണ് കേട്ടോ ഒക്കെ ഉണ്ടായത്. അപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് അകത്ത് കയറിയിട്ടുണ്ട്. അവർ പോയി കേട്ടോ. നമ്മൾ ലഗേജ് കുറച്ച് കൂടുതലായിരുന്നു ഉണ്ടായത്. അപ്പോൾ അവർ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിന്, ലഗേജ് എടുത്ത് പുറത്തിടേണ്ടി വരുമെന്ന്. പക്ഷെ പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ കയറാണ്. ഓൾമോസ്റ്റ് നമ്മൾ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോവാണ് ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിക്ക്. ഞാനും മെഹറയും ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷൊക്കെ ആയി കേട്ടോ. എന്നിട്ട് നേരെ ഫ്ലൈറ്റിലേക്ക് കയറേണ്ട ടൈമായി. നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ടൈമൊന്നും ഉണ്ടായിട്ടില്ല, കാരണം ഓൾമോസ്റ്റ് നമ്മൾ ലേറ്റാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ നമ്മൾ കയറി. നമ്മൾ ഫ്ലൈറ്റ് വരുന്നത് ഇൻഡിഗോ ആണ്, മുംബൈ ടച്ചാണ് കേട്ടോ വരുന്നത്. അവിടെ 5 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. എന്താവും എന്നൊന്നും അറിയില്ല. അവിടെ എത്തുമ്പോൾ ഒരു വിധം ആവും എന്ന് വിചാരിക്കുന്നു. നാട്ടിലെത്തുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ നല്ല ടയേർഡാണ് കേട്ടോ ഉണ്ടായത്. അത് ഉറപ്രശ്നം പറഞ്ഞു.
ഇനി ഇവിടുത്തെ നമ്മൾ ലഗേജൊക്കെ കളക്ട് ചെയ്യണം. ഇനി ബാക്കി പരിപാടി ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് ഓൾമോസ്റ്റ് കുറേ ടൈം നമ്മളത് പോയിട്ടുണ്ടായത്. 5 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യാനുണ്ടായിന്. ഇവിടുന്ന് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നടക്കാൻ വേണ്ടിക്ക് തന്നെ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് കാണാനുണ്ട്, വലിയ എയർപോർട്ടല്ലേ. അപ്പോൾ ഒരുപാട് നടക്കാനും ഇതാക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് നല്ല ക്ഷീണമുണ്ട് അവിടെ എത്തിയതിന്. അപ്പം ഇതാ മെഹർ ഇങ്ങനെ നടക്കുന്നുണ്ട്, അവളെ ബാഗ് എടുത്ത് ലേസൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെക്കിങ്ങിനൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ ഗേറ്റ് നമ്പറിലേക്ക് പോവാന്ന് കേട്ടോ. പിന്നെ ഒരു 2-3 മണിക്കൂർ വെയിറ്റിംഗ് വന്നതുകൊണ്ട് തന്നെ കുറച്ച് ടൈം അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നല്ല ഉറക്കം വരുന്നുണ്ടായിന് കേട്ടോ. അവിടുന്ന് മെഹർ പിന്നെ ടാബ് ഓടും, പിന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടുണ്ടായിന്. അതുകൊണ്ട് അവളങ്ങനെ ഇടങ്ങാറാക്കിയിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ പോയിട്ട് വന്നാൽ എവിടെയെങ്കിലുമൊക്കെ പോയാൽ ഭയങ്കര ഇടങ്ങാറാക്കലാണ് കേട്ടോ. ഇടങ്ങാറാക്കൽ മീൻസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ കരയും, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയും. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ഒന്നും ഇല്ല, ആൾ ഭയങ്കര സൈലൻ്റായിട്ട് വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ നമ്മൾ ഫ്ലൈറ്റ് വന്ന് ടൈം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്ലൈറ്റിൽ കയറാമെന്ന്. നാട്ടിലാർക്കും അറിയില്ല കേട്ടോ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല. പുറത്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നുള്ള എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി, ഒന്ന് കിടന്നുറങ്ങണം എന്നില്ല ആലോചന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ പുറത്തിറങ്ങി. അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടായിന്. നമ്മൾ കൂട്ടാൻ വരുന്ന ആൾ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പുറത്തിരിക്കാന്ന് കേട്ടോ ലഗേജും എടുത്തിട്ട്. അപ്പോൾ ആളെത്തിയിട്ട് നേരെ പോയിട്ടുണ്ടായത് ഫസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് അതിന് ശേഷം നേരെ ആണ് വീട്ടിലേക്ക് പോയത്. ഫസ്റ്റ് ഇക്കാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അവർ ഭയങ്കര സർപ്രൈസായി. പിന്നെ എൻ്റെ വീട്ടിൽ സിസ്റ്ററിന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടായിന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോൺ ചെയ്യുന്ന ടൈം മെഹർ ഇങ്ങനെ നമ്മൾ നാട്ടിലേക്ക് വരുമല്ലോ, ഇങ്ങനെ ലഗേജ് നമ്മൾ കെട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ ആർക്കും അറിയുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ബാക്കി വീഡിയോസ് ഞാൻ ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ കറക്റ്റ് ഇവിടെ എത്തുമ്പം തന്നെ എൻ്റെ ഫോൺ ഓഫായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും എൻ്റെ ഫോണിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ എത്തിയപ്പോൾ ഇവിടെ പെങ്ങളെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് മോനാണ് ഫസ്റ്റ് കണ്ടിട്ടുണ്ടായത്. അവന് ബാബി വന്നിട്ടാന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവളിങ്ങനെ വീഡിയോ എടുത്ത് വന്നിട്ടാ. അപ്പോൾ ഞാനിനി കുറച്ച് ടൈം അവിടെ ഉണ്ടായത്. അപ്പോൾ കുറച്ച് ഉറങ്ങുകയൊക്കെ ചെയ്ത് ഈവനിങ് ആണ് പിന്നെ എൻ്റെ വീട്ടിലോട്ട് ഇറങ്ങിയത്. അവിടെ എത്തിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നമ്മൾ എയർപോർട്ടിൽ നിന്ന് വിട്ട ടൈം തന്നെ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ടായിന്. അപ്പോൾ ഞാൻ പറഞ്ഞു വൈകുന്നേരം ആയപ്പോൾ മഴയൊക്കെ കുറച്ച് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് വീട്ടിൽ പോയിട്ട് വരാനൊന്ന് വീട്ടിലാക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ വീട്ടിലോട്ട് പോവാന്ന്. അപ്പോൾ നമ്മൾ സ്കൂട്ടിയിലിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ മെഹർ ഇങ്ങനെ പറയുന്നുണ്ട് മഴ പെയ്യുന്നത്. മെഹർക്ക് ഭയങ്കര അവിടെ എത്തിയിട്ട് ഒരു സമാധാനം ഉണ്ടായിട്ടില്ല മെഹർക്ക്. അവൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഫാത്തിമാനെയും ഹാദീനെയൊക്കെ കണ്ടാൽ മതി, ചെമ്മൂനെയും ഒക്കെ കണ്ടാൽ മതി എന്നുള്ളൊരു മെയിനാണ് കേട്ടോ ഉള്ളത്. നല്ല മഴയായത് ഭയങ്കര മോശമായിട്ടോ എല്ലായിടത്തും ഉണ്ടായത്. ഉള്ള വണ്ടിയൊക്കെ അവിടെ കുറച്ച് ടൈം ഇങ്ങനെ സ്റ്റക്കായി നിന്നിട്ടുണ്ടായിരുന്നു. വെള്ളം കയറിയിട്ടുണ്ടായത്, ഫുള്ളും കാറ്റും മഴയും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഇതിന് ഇനി കുറച്ചേ പോകാനില്ല കേട്ടോ വീട്ടിലോട്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടിപ്പോൾ ജനങ്ങളുടെ കൂടി ബാക്കിലേക്ക് ശരിക്കും കാണും എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. അപ്പം അവരാരെങ്കിലും കാണുന്നുണ്ടാവുക, റൂമിലുണ്ടെങ്കിൽ ശരിക്കും കാണും പുറത്തേക്കുള്ളത്. അപ്പോൾ അത് കാണുമെന്നുള്ളൊരു ഇത്രയും ടൈം സർപ്രൈസ് പിടിച്ച് നിന്നിട്ട് ലാസ്റ്റ് ഏതെങ്കിലും ഒരാൾ കണ്ടു കഴിഞ്ഞാൽ തീർന്നില്ലേ. മിസ്രിയ അങ്ങനെ ഇങ്ങനെ എത്തിയായി എന്റെ മോളെ
ഇത് നമ്മൾ എത്തിയിട്ടില്ലേ ഡേ 2 വീഡിയോ വന്നിട്ടാ. നൈറ്റിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ 2 മണിയൊക്കെ ആയപ്പോൾ ബ്രദർ എത്തിയിട്ടുണ്ടായിന്, അവനെത്തിയിട്ടുണ്ടായിന്. പിന്നെ ഇത് രാവിലെയാണ് ജമ്മു വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിന്. അതോ അവനക്ക് കണ്ടത് ഭയങ്കര ഇതായിട്ടാണ്, നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ എന്താ ഫ്രൂട്ട്സ് ചക്ക തിന്നണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിന്. ഇന്നലെ തുടങ്ങിയ മഴയാണ് കേട്ടോ, ഇതുവരെ നിന്നിട്ടില്ല. വീട്ടിൻ്റെ മുമ്പിൽ അവസ്ഥ വന്നിട്ടിത് നല്ലോണം വെള്ളം മുമ്പിലേക്ക് കയറാൻ തുടങ്ങി. തോടൊക്കെ മൊത്തമായിട്ട് നിറഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ചക്ക തിന്നാനുള്ള ഭയങ്കര പൂതിയാണ് ഉണ്ടായത്. അപ്പോൾ ലുലുവിലൊക്കെ കാണുമ്പോൾ ചക്ക ഇങ്ങനെ വാങ്ങണം എന്ന് തോന്നും. അപ്പോൾ റേറ്റ് കാണുമ്പോൾ വാങ്ങണ്ട തിന്നണ്ടെന്ന് തോന്നും. ഇപ്പം ഇതാ നമ്മൾ വന്നിട്ട് പിറ്റേ ദിവസം തന്നെ നമുക്ക് ചക്കയൊക്കെ കിട്ടിയിട്ടാ. ചക്ക, മാങ്ങ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ കിട്ടിയിട്ടാ. അപ്പോൾ ഉമ്മയും ഇങ്ങനെ അടർത്തി ഇട്ടരാന്ന്. അപ്പോൾ ചക്കയും മാങ്ങയും ഒക്കെ കഴിച്ച് ഒരു നല്ലൊരു ദിവസം അങ്ങ് പോയി. അപ്പം ഇനി എൻ്റെ ഫാമിലി ആയിട്ടുള്ള വ്ളോഗ്സാണ് ഇനി വരാം. ഞാൻ ഒറ്റയ്ക്കുള്ള വീഡിയോസ് അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ഉണ്ടാകുമ്പോൾ വീഡിയോ എടുക്കാനും അത് ഇടാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര രസമാണ് ഇപ്പം. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും നമുക്ക് കാണാം. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഷോർട്സ് വീഡിയോ എന്തായാലും കാണുക, അതിലുണ്ട് ഞാൻ സർപ്രൈസായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ഇനിയും വരാം. ബൈ.